അപ്പം നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോയ്ക്ക് ഒരുപാട് പേര് കാത്തിരിക്കുകയായിരിക്കില്ലേ. അപ്പം നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ ലുലു മാളിൽ വന്നിട്ടുള്ള ലീലാവിലാസങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വന്ന് ഇടാമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ എന്നെ കണ്ടില്ലല്ലേ. ഞാൻ ഇച്ചിരി മടിച്ചായതുകൊണ്ട് ഞാൻ വോയിസൊക്കെ കൊടുക്കാൻ കുറച്ച് താമസിക്കും കേട്ടോ. അപ്പം നമ്മൾ ലുലു മാളിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ലുലു മാളിൻ്റെ ഷോപ്പിലൊന്നും കയറാൻ പറ്റത്തില്ല. ഷോപ്പിലൊക്കെ കയറണമെങ്കിൽ നമ്മളെയൊക്കെ പോക്കറ്റൊക്കെ കീറിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഷോപ്പിലൊന്നും കയറിയില്ല. നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ വന്നു. കാരണം നമ്മളവിടെ എത്തിയപ്പോൾ ലഞ്ച് ടൈം ആയിരുന്നു. അതുകൊണ്ട് തന്നെ വയറ് നമ്മളെ മാടി വിളിച്ചു. അപ്പം നമ്മൾ ഫുഡ് കോർട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ മേടിച്ച് നമ്മൾ പിന്നെ ഡ്രിങ്ക്സ് മേടിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ മിനറൽ വാട്ടറും അങ്ങനത്തെയൊക്കെ നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും ഒക്കെ ആയിട്ട് നമ്മൾ നേരെ പോയി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന്. നമ്മൾ മേടിച്ചിട്ടുള്ളത് മന്തിയും നൂഡിൽസും ആയിരുന്നു. ഞാൻ മേടിച്ചത് മന്തിയായിരുന്നു, ഉമ്മി മേടിച്ചത് നൂഡിൽസും ആയിരുന്നു. അങ്ങനെ നമ്മൾ നല്ല ലാവിഷായിട്ട് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നല്ല നിറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടുന്ന് വാഷ്റൂമിലൊക്കെ പോയിരുന്നു കേട്ടോ. പോയി നമ്മൾ നേരെ പിന്നെയും ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. അപ്പം ഞാനൊരു കഥ പറയാൻ മറന്നുപോയേ. നമ്മൾ എസ്കലേറ്ററിൻ്റെ കഥയാണ് കേട്ടോ. പൊതുവേ നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. ഫസ്റ്റ് ടൈം നമ്മൾ എസ്കലേറ്ററിൽ കയറുമ്പം നമുക്ക് ഭയങ്കര പേടിയായിരിക്കും അല്ലേ. അതേപോലെ ചെറിയൊരു പേടിയായിരുന്നു എൻ്റെ ഇത്താക്ക് കേട്ടോ. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഞങ്ങൾ കൊച്ചി എയർപോർട്ടിൽ പോയപ്പോഴാണ് ഞാൻ ഫസ്റ്റ് എസ്കലേറ്ററിൽ കയറുന്നത്. എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ പേടിയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫണ്ടൂറിൽ വന്നു കേട്ടോ. ഫണ്ടൂറിൽ വന്നിട്ട് നമ്മളങ്ങനെ ഗെയിംസിലൊന്നും കയറിയില്ല. എനിക്കെന്തോ അപ്പോൾ ഒന്നും കയറാൻ തോന്നിയില്ല. നമ്മളിങ്ങനെ ഗെയിംസൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓരോ റൈഡ്സ് നമുക്ക് നോക്കുമ്പോഴത്തേക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഓരോ റൈഡ്സൊക്കെ കണ്ട് നമ്മൾ ഫണ്ടൂറയിൽ ഇങ്ങനെ കറങ്ങുകയാണ്. മറ്റു കുഞ്ഞു കുട്ടികളൊക്കെ റൈഡ്സിലൊക്കെ കയറി നമ്മൾ അവരെയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഷോപ്പിലൊക്കെ കയറി നമ്മൾ എന്താ പറയുക ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കയറി. നമ്മൾ അതേപടി തിരിച്ചങ്ങ് ഇറങ്ങി. പട്ടി ചന്തയ്ക്ക് പോയിട്ട് വരുന്ന പോലെ നമ്മൾ തിരിച്ചങ്ങ് ഇറങ്ങി. അറിയാമല്ലോ, ലുലുമാളിൽ പോയിട്ടുള്ളവരൊക്കെ അറിയാം, കാശും കൊണ്ടൊക്കെ പോവാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ പിന്നെയും ചുറ്റി കറങ്ങിയും അവിടെ പിന്നെ നമുക്ക് നടന്ന് കാല് കഴിച്ചപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളൊരു സ്ഥലത്ത് പോയി ഇരുന്ന് ഒരു പെപ്സിയൊക്കെ കുടിച്ചൊന്ന് കൂളായി ഫ്രഷായിട്ട് പിന്നെ നേരെ വാപ്പായും കൊണ്ടങ്ങ് സൂപ്പർ മാർക്കറ്റിലോട്ട് കയറി. പിന്നെ നമ്മൾ ഷാമ്പുവും നമുക്ക് വേണ്ടിയുള്ള സാധനങ്ങളും എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടെ ബാക്ക് ടു സ്കൂളിന് ഓഫർ ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ കയറി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോൾ ഒരു കുപ്പിയുടെ വില 900 രൂപ. എൻ്റെ പൊന്നു, ഞങ്ങൾ എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യ കേട്ടോ. ബാഗിനും ബുക്കിനും എല്ലാത്തിനും ഭയങ്കര വിലയാണ്. നമ്മുടെയൊക്കെ പോക്കറ്റ് തന്നെ കീറിപ്പോക്കട്ടാ. ബാക്ക് ടു സ്കൂളിൻ്റെ പർച്ചേസൊക്കെ അവിടെ ചെന്ന് പർച്ചേസ് ചെയ്യാതെ നമ്മൾ കൊട്ടിയത് സിംലയിൽ പോയി പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. ഗുഡായിരിക്കും. നമുക്കെന്ന് വെച്ചാൽ നല്ല വില കൂടിയ സാധനമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും സിംലയിൽ പോയാൽ മതി. പിന്നെന്താ അവിടെ ഫ്രൂട്ട്സും പിന്നെ എന്താ പറയുക ഫിഷും അങ്ങനത്തുള്ള സംഭവങ്ങളായിരുന്നു. ഫിഷൊക്കെ ആണെങ്കിൽ എന്താ പറയുക മസാലയൊക്കെ ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി വീട്ടിൽ പോയിട്ട് അതിങ്ങനെ ഫ്രൈ ചെയ്താൽ മാത്രം മതി. അതേപോലെ ആയിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക നമ്മുടെ വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് മീനൊക്കെ മേടിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ബഡ്ജറ്റ് അതാണ്. നല്ല വലിയ മീനൊക്കെ ഇരിക്കുമ്പോൾ കൊഞ്ചായാലും നമുക്ക് കൊതിയൊക്കെ വരത്തില്ലേ, അതേപോലെ അപ്പം നമുക്ക് ബഡ്ജറ്റും കൂടെ വേണം കേട്ടോ അതൊക്കെ മേടിക്കണമെങ്കിൽ. അങ്ങനെ നമ്മൾ ഹൽവയൊക്കെ നോക്കി. പിന്നെ എൻ്റെ പിണക്കമാണ്. അതെന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മളൊരു ഫൈറ്ററിൻ്റെ മീനെ കണ്ടായിരുന്നു. അത് മേടിച്ചു കൊടുക്കാത്തതിൻ്റെ ദേഷ്യവും എല്ലാം കുശുമ്പ് അസൂയ എല്ലാം അവളെ കയ്യിലിരിപ്പുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അവൾ പിന്നെ ബാപ്പാടുത്ത് പറയുകയാണ്, ഇനി എന്തെങ്കിലും പേടിച്ചതിൻ്റെ സ്വഭാവം മാറുമെന്ന്.
പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കുമോ? നമ്മൾ വാപ്പായെ കൊണ്ട് മേടിപ്പിച്ചല്ല. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ്സ് അപ്പം വാപ്പ പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നേരെ ചോക്ലേറ്റ് സെക്ഷനിലോട്ടങ്ങ് പോയി. അങ്ങനെ നമ്മൾ ഗാലക്സിയും അതും എല്ലാം എടുത്തു. പിന്നെ നമ്മൾ ഡോണറ്റ് എടുത്തായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡോണറ്റ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണണം. അത് നമ്മളിങ്ങനെ പർച്ചേസൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ നമ്മളെ ജീവൻ സാറിനെ നമ്മൾ കണ്ടു. ഒരുപാട് സന്തോഷമായി സാറിനെ കണ്ടപ്പോൾ. പിന്നെ സാറിനായിട്ട് ഫോട്ടോസും നമ്മൾ കുറേ സംസാരിച്ചു സാറിനായിട്ട്. അങ്ങനെ നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. നമ്മൾ ലുലു മാളിലെ കൊച്ചു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ട് നമ്മൾ നേരെ പുറത്തിറങ്ങി. നമ്മളൊരു ഹോട്ടലിലാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നത്. പോകുന്ന വഴിക്ക് നല്ല മഴക്കാറുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ചായക്കടയിൽ കയറി ചായയും കുടിച്ച്, ഞാൻ ചായ കുടിച്ചില്ല, ഞാൻ സ്പ്രൈറ്റാണ് കുടിച്ചത്. അപ്പോഴത്തേക്കും നമ്മൾ ട്രെയിൻ കാത്തുള്ള നിൽപ്പാണ്. അപ്പോഴത്തേക്കും മഴ പെയ്തു. അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് കയറി. അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.